ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളന്ന് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ തേർഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മളുടെ കണ്ടൻറ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോർ 2 or more ഇയേഴ്സ് അല്ലേ. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് മോർ ദാൻ 1 year ടു കംപ്ലീറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ എങ്ങനെയാണ്, 1 ഇയറിൽ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 or more ഇയേഴ്സിലെ ഡാറ്റാസ് തന്ന് ഒരു കംപ്ലീറ്റ് പിക്ചറാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇതിൻ്റെ റീസണൊക്കെ നമുക്കറിയാം. കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കുന്നൊക്കെ നമുക്കറിയാം. ഇനി ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നോർമൽ കേസിൽ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കാറുള്ളത്, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത് അല്ലേ. അതായത് കട വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്, ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ചെയ്യും. ഇനി സെക്കൻഡ് ഇയർ വരുന്ന സാഹചര്യത്തിലാണ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. അതായത് ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എവിടെ എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ കോൺട്രാക്റ്റ് അക്കൗണ്ടിന്. അത് നമ്മൾ സെക്കൻഡ് ഇയർ ആവുമ്പോൾ നമ്മൾ എങ്ങോട്ട് എഴുതും, നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് എഴുതും അല്ലേ. കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ എങ്ങോട്ട് എഴുതും, ഡെബിറ്റ് സൈഡിൽ. നിങ്ങൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തത് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യില്ലേ അന്ന പോലെ ആ ഒരു സെൻസിലെടുത്താൽ മതി. ഇപ്പം എന്താണ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത് സെക്കൻഡ് ഇയറിൽ നമ്മളത് അവിടെ എടുത്തെഴുതും. ഫസ്റ്റ് ഇയറിൽ എഴുതി അതേ ഫിഗർ എടുത്തിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ട് എഴുതും അല്ലേ. ഇനി അതിന് ശേഷം നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അല്ലേ എവിടെ എഴുതി, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയായിട്ടാണ് അല്ലേ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ എഴുതിയതാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ എവിടെ എഴുതിയതാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതിയതാണ് ഫസ്റ്റ് ഇയറിൽ അല്ലേ. അത് നമ്മൾ സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് സെയിം ബാലൻസ് അതെങ്ങോട്ട് എടുത്തെഴുതും, ക്രെഡിറ്റ് സൈഡിലോട്ട് എടുത്തെഴുതും അല്ലേ. അപ്പോൾ രണ്ട് കാര്യം, ഒന്ന് ക്രെഡിറ്റിൽ എഴുതിയത് ഡെബിറ്റിലേക്ക് എടുത്തെഴുതുന്നു, ഡെബിറ്റിൽ എഴുതിയ റിസർവ് നമ്മൾ എങ്ങോട്ട് എടുത്തെഴുതുന്നു, ക്രെഡിറ്റിലോട്ട് എടുത്തെഴുതുന്നു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസും ദെൻ അതേപോലെ തന്നെ പ്ലാന്റ് അറ്റ് സൈറ്റും അല്ലേ. ഇത് രണ്ടും നമ്മൾ എവിടെ എഴുതാറുള്ളത്, നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണല്ലോ. അതപ്പോൾ നമ്മൾ എങ്ങോട്ട് എടുത്തെഴുതും, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് എടുത്തെഴുതും. ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി കോൺട്രാക്റ്റ് അക്കൗണ്ട്, അതായത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ 3 വർഷത്തെ ആണെങ്കിൽ 3 വർഷം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ഈ ഒരു ടേം നമ്മൾ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഇനി കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് അല്ല, എന്താണ്, ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. ദെൻ ഇനി എങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് എക്സീഡ് ചെയ്യുകയാണെങ്കിലാണ് എന്ത് വരുള്ളൂ, ആക്ച്വൽ പ്രോഫിറ്റ് വരുള്ളൂ അല്ലേ. ഇനി ഡെബിറ്റ് ആണ് കൂടുന്നതെങ്കിലോ അവിടെ ലോസ് ആയിരിക്കും അല്ലേ. രണ്ടാണെങ്കിലും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത്, സെക്കൻഡ് ഇയറിൽ നമ്മൾ അതെന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ആണ് കേട്ടോ, ഡെബിറ്റ് സൈഡിൽ എഴുതിയത് സെക്കൻഡ് ഇയറിൽ നമ്മൾ എങ്ങോട്ട് എഴുതും, ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതും. ഇനി മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ പ്ലാന്റഡ് സൈറ്റ് ഇതൊക്കെ നമ്മൾ ക്രെഡിറ്റിലാണ് എഴുതാറുള്ളത്. ഇതൊക്കെ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമ്മൾ എങ്ങോട്ട് എഴുതും, നമ്മളുടെ ഡെബിറ്റ് സൈഡിലോട്ട് എഴുതും കേട്ടോ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. എന്താ, ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനനുസരിച്ച് ഒരുമിച്ച് നോക്കി പോവാം. ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്, കോൺട്രാക്റ്റ് അക്കൗണ്ടുകൾ. നിങ്ങൾ എക്സാമിന് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, പ്രോബ്ലം വായിച്ച് നോക്കണം കേട്ടോ. ദെൻ അപ്പോൾ എന്താണ്, കോൺട്രാക്റ്റ് അക്കൗണ്ടും കോൺട്രാക്ടീസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ആരുടെയാണ്, ബുക്സ് ഓഫ് കോൺട്രാക്ടർ 2 അക്കൗണ്ടാണല്ലോ പ്രിപ്പയർ ചെയ്യുക, കോൺട്രാക്റ്റ് അക്കൗണ്ടും കോൺട്രാക്ടീസ് അക്കൗണ്ടുമാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ 2 അക്കൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രിപ്പയർ ചെയ്യാനുള്ളത്. ദെൻ അതേപോലെ തന്നെ ബാക്കി കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആദ്യം മുതൽ നമ്മൾ നോക്കുകയാണ് അല്ലേ. എന്താണ്, ഈ കോൺട്രാക്റ്റ് അണ്ടർടേക്കൺ അല്ലേ, അണ്ടർടേക്ക് എ കോൺട്രാക്ട് ഫോർ 15
ലാക്കാണ് അല്ലേ അറേഞ്ച്മെൻറ്റ്. 80% ഓഫ് ദ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വർക്ക് കംപ്ലീറ്റഡ് ആണ്. ദെൻ ബാക്കി എന്താണ്, സർട്ടിഫൈഡ് ആർക്കിടെക്ട് ഓഫ് ദ കോൺട്രാക്റ്റ് ദെൻ ഷാൾ ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് റിമൈനിങ് 20% റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് 2023ലെയും 2024ലെയും 2025ലെയും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ 2025 ആകുമ്പോഴേക്കും ഓൾ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് എഴുതി, എന്താണ് 2023. ഇനി ഡീറ്റെയിൽസ് നോക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പെൻസ് ആണ്. സോ നമ്മൾ എടുത്തെഴുതി, എവിടെ എടുത്തെഴുതി, നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ 1,80,000 എഴുതി. ദെൻ അടുത്തത് എന്താണ്, വേജസ് ആണ്. വേജസും നമുക്കറിയാം എക്സ്പെൻസ് ആണ്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ എഴുതണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇനി ഇത് ഒരുമിച്ച് വിടാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് എന്താണ്, ക്യാരിയേജ് ആണ് അല്ലേ. ക്യാരിയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്. ദെൻ എന്താണ്, അപ്പോൾ 6,000 ഉണ്ട്. കാർട്ടേജ് ഒരു 1,000 ഉണ്ട്. രണ്ടും എക്സ്പെൻസ് ആണ്. രണ്ടും നമ്മളെവിടെ എഴുതി, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ദെൻ അതിനുശേഷം സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു 3,000 തന്നിട്ടുണ്ട്. അതും നമ്മൾ എവിടെ എഴുതണം, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ദെൻ അതിനുശേഷം പറഞ്ഞിട്ടുള്ള എന്താണ്, ദി വർക്ക് വാസ് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ₹4,3,75,000 ആണ്. ആൻഡ് 80% ഓഫ് ദിസ് വാസ് പെയ്ഡ് ആസ് എഗ്രീഡ് അല്ലേ. നേരത്തെയൊക്കെ തന്നതിൻ്റെ ചെറിയ ട്വിസ്റ്റിംഗ് ആയിട്ട്, അതായത് നേരത്തെ നമുക്ക് തന്നിട്ടുള്ള എന്തായിരുന്നു, ക്യാഷ് റിസീവ്ഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ക്യാഷ് റിസീവ്ഡ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെഴുതി, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് നമുക്കിനി അടുത്തത് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, ദ വർക്ക് വാസ് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, ₹4,3,75,000. അപ്പോൾ നമ്മൾ എന്തെഴുതി, വർക്ക് ഇൻ പ്രോഗ്രസ് എന്നെഴുതി. വർക്ക് സർട്ടിഫൈഡ് എത്ര തന്നു, 3,75,000. ആൻഡ് 80% ഓഫ് ദിസ് വാസ് പെയ്ഡ് ആസ് അഗ്രീഡ്. അതിൻ്റെ 80% ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പേ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി അതിനെ ബാലൻസ് ചെയ്യാൻ പോവാണ് അല്ലേ. ബാലൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തി, സെൻട്രി എക്സ്പെൻസ് ഒക്കെ എഴുതിയല്ലോ നേരത്തെ. ദെൻ ഇനി നമ്മൾ ക്രെഡിറ്റ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തു. നമുക്ക് കിട്ടിയ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 15,000 അല്ലേ. കംപ്ലീറ്റ് ചെയ്യാത്തോടത്തോളം കാലം അതെന്ത് തന്നെയാണ്, നോഷണൽ പ്രോഫിറ്റ് ആണ്. ലാസ്റ്റ് ഇയറിലാണ് ആക്ച്വൽ പ്രോഫിറ്റ് ആയിട്ട് വരുള്ളൂ. 15,000 ആണ്. ഇനി നമ്മൾ കമ്പാരിസൺ നടത്തണം. കമ്പാരിസൺ നടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ നടത്തുക, നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കണം. കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 15 lakh ആണ് അല്ലേ. 15 lakhൽ എത്ര കംപ്ലീറ്റ് ചെയ്തു, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, വർക്ക് സർട്ടിഫൈഡ് 3,75,000 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നടത്തുകയാണ്. 15 lakh ദെൻ അതേപോലെ തന്നെ വർക്ക് സർട്ടിഫൈഡ് 3,75,000 ആണ്. നമ്മൾ കമ്പാരിസൺ നടത്തി. എങ്ങനെയാണ്, ഇത് രണ്ടും കമ്പാരിസൺ നടത്തി അല്ലേ. 15 lakhൻ്റെ 1/4 ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, അതായത് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കോൺട്രാക്റ്റ് കാൽഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് റൂളാണ് എടുക്കുന്നത്, 1/3 നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് അല്ലേ. ഇതിൻ്റെ എത്രയാണ് ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത്, ഈ വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണ് അല്ലേ. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 80 ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ ഇതിൻ്റെ 80% കാണാം. എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, 3,75,000 അല്ലേ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 4,000 കിട്ടും. ദെൻ ബാക്കി ബാലൻസ് വരുന്നത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനിയാണ് ഇതുവരെ നമുക്ക് ചെയ്യാൻ അറിയുന്ന കാര്യമായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നാഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ഒക്കെ ചെയ്ത് ഒരു ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ നമുക്ക് ചെയ്യാൻ അറിയുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ളതാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വർഷം ഏതാണ്, 2024 ആണ്. അതെടുത്തെഴുതി. ഇനി നമ്മൾ
ഫസ്റ്റ് ഇയറിലെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത് അല്ലേ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഏത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളുടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഫിഗർ ഉണ്ടല്ലോ, ഇത് നമ്മൾ എങ്ങോട്ട് വരും, നേരെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, എടുത്തെഴുതാൻ പോവുകയാണ് അല്ലേ. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെഴുതും, 3,75,000 എഴുതി. ഇനി അതേപോലെ എഴുതേണ്ട ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ ഫസ്റ്റ് ഇയറിലെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ്. ഇത് ഡെബിറ്റിലാണ് എഴുതിയിട്ടുള്ളത്, ഇതിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം, ക്രെഡിറ്റിലോട്ട് കൊണ്ടുവരണം. നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പ്രിപ്പയർ ചെയ്യാൻ അറിയെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യുക, ഒരു ലോജിക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ എന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി അതേ ഫിഗർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി അതിനുശേഷം മെറ്റീരിയൽസോ അല്ലെങ്കിൽ ക്ലോസിങ് സ്റ്റോക്കോ അല്ലെങ്കിൽ പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ക്രെഡിറ്റ് സൈഡിലുണ്ടെങ്കിൽ അത് എഴുതണം ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡീറ്റെയിൽസ് മാത്രം എടുത്തെഴുതി. ഇനി 2024 ബാക്കി വരുന്ന എന്താണ് നമുക്ക് ഇനി എടുക്കേണ്ടത്, എക്സ്പെൻസസ് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് വന്നു. എന്താണ് എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ 2,20,000, വേജ് 2,30,000, ക്യാരേജ് 23, കാർട്ടേജ് 2,000, സൺട്രി എക്സ്പെൻസസ് 4,000 അല്ലേ. ഇത്രയും ഐറ്റംസ് ഏതൊക്കെയാണ്, 1, 2, 3, 4, 5 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണ് അല്ലേ. ഈ 5 ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെ കൊണ്ടുവരികയാണ്, നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ പോർഷനിൽ കൊണ്ടുവരികയാണ് കേട്ടോ. മെറ്റീരിയൽ, ക്യാരേജ് 3, 4 അല്ലേ, 5 ഐറ്റംസ് നമ്മളിവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ നോക്കുകയാണ് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് പിന്നെ പറയുന്നത് എന്താണ്, 3/4 ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല, ദി 3/4 ഓഫ് ദ കോൺട്രാക്റ്റ് വാസ് സർട്ടിഫൈഡ് ആസ് ഡൺ ബൈ 31st December ആൻഡ് 80% ഓഫ് ദിസ് വാസ് റിസീവ്ഡ് അല്ലേ. അതായത് 3/4 എന്ത് ചെയ്തിട്ടുണ്ട്, സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് വേണം ഇനി ഇവിടെ കാണാൻ. ഇനി അതിൻ്റെ 80% റിസീവ് ചെയ്തു പറഞ്ഞാൽ ക്യാഷ് റിസീവ് ചെയ്തു എന്നാണ്. ഇനി വാല്യൂ ഓഫ് അൺയൂസ്ഡ് സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അൺസർട്ടിഫൈഡ് എത്രയാണ്, 20,000 ആണ്. അപ്പോൾ ഇവിടെ വർക്ക് അൺസർട്ടിഫൈഡും തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വർക്ക് അൺസർട്ടിഫൈഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് അല്ലേ. നേരത്തെ ഉണ്ടായിരുന്നില്ല, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനി എഴുതാൻ പോകുന്നത് എന്തൊക്കെയാണ്, വർക്ക് ഇൻ പ്രോഗ്രസ്സും ദെൻ അതിനകത്ത് 2 കമ്പോണൻസ്, വർക്ക് സർട്ടിഫൈഡും ഉണ്ട് വർക്ക് അൺസർട്ടിഫൈഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ 3/4 നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ 3/4 നമ്മളുടെ കോൺട്രാക്റ്റ് പ്രൈസും നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇനി നമ്മൾ പ്രോബ്ലം നോക്കുകയാണ് അല്ലേ. ഇനി പ്രോബ്ലം നോക്കുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് എഴുതിയതാണ്. അതിനുശേഷം നമ്മൾ നോർമൽ എഴുതുന്ന പോലെ വർക്ക് ഇൻ പ്രോഗ്രസ് ഓരോ വർഷത്തെയും എവിടെ നിന്ന് എഴുതാറുള്ളത്, ക്രെഡിറ്റിൽ അല്ലേ. തലേ വർഷത്തെയാണ് നേരെ ഓപ്പോസിറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ട് എന്ന് എഴുതുകയാണ് അല്ലേ. എന്നിട്ട് വർക്ക് സർട്ടിഫൈഡ് എഴുതി. എത്രയാണ്, 11,25,000 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ലക്ഷത്തിൻ്റെ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 75% ആണ് അല്ലേ. 4ൽ 3 ഭാഗം അല്ലേ. ഇനി 3/4 എന്നിട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എത്ര കിട്ടും, നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എത്ര കിട്ടും, 11,25,000. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 20,000. രണ്ടും കൂടി ആഡ് ചെയ്ത് നമ്മൾ എന്തെഴുതി, വർക്ക് ഇൻ പ്രോഗ്രസ് 11,45,000 എഴുതി അല്ലേ. ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ വർഷത്തെയും ബാലൻസ് ചെയ്തു, നോഷണൽ പ്രോഫിറ്റ് കണ്ടു, നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്തു, ബ്രോ ഡൗൺ ചെയ്തു. ഇനി അതിന് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടുള്ള പ്രപ്പോർഷൻ കാണണം. ഇനി കാണുന്ന സമയത്ത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ഈ പ്രപ്പോർഷൻ നമ്മൾ എങ്ങനെയാണ്, കോൺട്രാക്റ്റ് പ്രൈസിനെയും ദെൻ അതേപോലെ തന്നെ വർക്ക് സർട്ടിഫൈഡിനെയാണ് നോക്കുന്നത് അല്ലേ. ഇവിടെ കോൺട്രാക്റ്റ് പ്രൈസ് എത്ര തന്നെയാണ്, 15 ലക്ഷമാണ്. വർക്ക് സർട്ടിഫൈഡ് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്, 11,25,000 ആണ് അല്ലേ. 11,25,000 ആണ്. അപ്പോൾ ഏകദേശം പകുതിയിലധികം എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ റൂളായിട്ടുള്ള 2/3 ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ സെയിം അതിൻ്റെ 80% ആണ് ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 80 / 100 എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ 80 കണ്ടിട്ട് നമുക്ക്
നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും കാണാം അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നോഷണൽ പ്രോഫിറ്റ് എഴുതിയതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ എങ്ങോട്ട് എഴുതും, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലോട്ട് എഴുതും. അപ്പോൾ സെക്കൻഡ് ഇയർ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് തേർഡ് ഇയറിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ തേർഡ് ഇയറിലെ ഫിഗേഴ്സാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. തേർഡ് ഇയറിൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെയാണ്, എമൗണ്ട് എക്സ്പെൻഡഡ് മെറ്റീരിയൽ 1,26,000, വേജ് 1,70,000, കാർട്ടേജ് തന്നിട്ടുണ്ട്, സൺട്രി എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. 4 എക്സ്പെൻസാണ് തന്നിട്ടുള്ളത് അല്ലേ. 1,26,000, 1,70,000, 6,000, 3,000, 4 എക്സ്പെൻസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാലൻസുകളുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, നമ്മളുടെ ബാലൻസുകളാണ് എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ ബാലൻസുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, തേർഡ് ഇയറിൽ ഡെബിറ്റ് സൈഡിലോട്ട് വരണം. ക്രെഡിറ്റിൽ എഴുതിയത് എങ്ങോട്ട് വരണം, ഡെബിറ്റിലോട്ട് വരണം. അപ്പോൾ നമ്മൾ ആദ്യം എന്തെഴുതാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എത്രയാണ്, 11,45,000 എഴുതി. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയ ഫിഗർ എടുത്ത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് വന്നു. എന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ട്. സെയിം ഫിഗർ തന്നെയാണ് എടുത്തെഴുതുന്നത്, 1,40,934. ഈ രണ്ട് കാര്യം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെൻസസ് അല്ലേ. 4 എക്സ്പെൻസാണ് നമ്മളവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഏതൊക്കെയാണ്, മെറ്റീരിയൽ, കാർട്ടേജ്, വേജസ് ആൻഡ് സൺട്രി എക്സ്പെൻസസ്. ആ 4 നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് വരില്ല, കാരണം 2025 കോൺട്രാക്റ്റ് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താണ്, കോൺട്രാക്റ്റ് പ്രൈസ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വീണ്ടും വന്നിട്ട് കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. ഇത് ആരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ആരുമായിട്ടുള്ള ട്രാൻസാക്ഷനാണ്, കോൺട്രാക്റ്റീ ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് എഴുതുക, കോൺട്രാക്റ്റീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഫുൾ വാല്യൂ ഓഫ് കോൺട്രാക്റ്റാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഇതോട് കൂടിയിട്ട് നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് എഴുതി, ദെൻ ബാക്കി എക്സ്പെൻസസ് ഡെബിറ്റിൽ എഴുതി, രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും, മാച്ച് ചെയ്ത് നോക്കും. ക്രെഡിറ്റ് ആണ് കൂടുതൽ, സോ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്, നോഷണൽ പ്രോഫിറ്റ് അല്ല, ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. ഫുൾ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മളുടെ 2 or more ഇയേഴ്സിലെ കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ് തന്നാൽ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, സിമ്പിളാണ്, ജസ്റ്റ് ഒരു ലോജിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നമ്മളുടെ കോൺട്രാക്റ്റീസ് അക്കൗണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്ട്, പ്രിപ്പയർ ചെയ്യാണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മളൊരു കോൺട്രാക്റ്റി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ജസ്റ്റ് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ, ആരുമായിട്ടുള്ള ട്രാൻസാക്ഷൻ, ക്യാഷ് ഡീലിങ്സ് ആണ് ഇതിനകത്ത് വരിക, കോൺട്രാക്റ്റിയും കോൺട്രാക്ടറും തമ്മിലുള്ള അക്കൗണ്ടിനകത്ത് വരിക അല്ലേ. അതായത് കോൺട്രാക്റ്റി ആർക്ക് പൈസ കൊടുക്കുന്നു, കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കുന്നു. കോൺട്രാക്റ്റി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോൺട്രാക്ടറാണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അപ്പോൾ ഈ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കുകയാണ് അല്ലേ. പൈസ കൊടുക്കുമ്പോൾ കോൺട്രാക്ടറുടെ വ്യൂ പോയിന്റിലാട്ടോ നമ്മൾ ചിന്തിക്കേണ്ടത്. അയാൾക്ക് ക്യാഷ് കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ ക്യാഷിനെ ഡെബിറ്റാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്റ്റീസ് അക്കൗണ്ട് അല്ലേ. ക്രെഡിറ്റ് ദ ഗിവറാണ്, ഗിവ് ചെയ്യുന്നത് ആരാണ്, കോൺട്രാക്റ്റീ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2023 കൊടുത്ത ക്യാഷാണ് ഇവിടെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ കോൺട്രാക്റ്റീസ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്താണ്, കോൺട്രാക്റ്റീനെ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതി, 3 lakh അല്ലേ. ഫസ്റ്റ് ഇയറിൽ എത്രയാണ് കൊടുക്കുന്നത്, നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ 3,75,000 80% പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3,75,000 80% എന്ന് പറയുമ്പോൾ എത്ര വരും, 3 lakh വരിക അല്ലേ. 3 lakh വരിക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞു, ബാലൻസ് ചെയ്തു, ക്യാരി ഓൺ ചെയ്തു, ബ്രോ ഡൗൺ ചെയ്തു. അതോടുകൂടി ആ സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ വർഷമാണ് അല്ലേ. അപ്പോൾ 2024 എഴുതി, 24ലും എന്ത് കൊടുക്കുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 11,25,000, അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ്, 3/4 ഓഫ് ദി കോൺട്രാക്റ്റാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 3/4 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, എത്രയാണ്, 11,25,000 ആണ്. 15 ലക്ഷത്തിൻ്റെ
3/4 എത്രയാണ് 11,25,000 ആണ്. അതിൻ്റെ 80% ഏതെന്ന് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, 3/4 ഓഫ് ദി കോൺട്രാക്റ്റ് ആണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ആൻഡ് 80% ആണ് റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് റിസീവ്ഡ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ 80% എന്ന് പറയുന്ന സമയത്ത് ഏകദേശം എത്ര വരും, നമ്മളുടെ 6 lakh ആണ് വരുന്നത്. അതിൻ്റെ 80% എന്ന് പറയുമ്പോൾ 6 lakh അല്ല കേട്ടോ, 9 lakh ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. 9 lakh വരും. ഈ 9 lakh ടോട്ടൽ എന്താണ് അതുവരെയുള്ള ക്യാഷ് റിസീവ്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അതിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 lakh കൊടുത്തിട്ടുണ്ട് അല്ലേ. കൊടുത്തത് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചിന്തിക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബാക്കി ബാലൻസ് ആണ് ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ആർക്ക് കൊടുത്തിട്ടുണ്ടാവുക, കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ 6 lakh ആണ് അവിടെ എഴുതേണ്ടത്. അതായത് 11,25,000ൻ്റെ 80% രണ്ടാമത്തെ ഇയർ ആകുമ്പോഴേക്കും കൊടുത്തു തീരുന്നത്. അതിൽ 3 lakh ഫസ്റ്റ് ഇയറിൽ കൊടുത്തു, ബാക്കി ബാലൻസ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, സെക്കൻഡ് ഇയറിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 9 lakhൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഏത് 9 lakh ആണ് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും കൊടുത്തു തീരുന്നത്. അതിൽ 3 lakh നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്, കൊടുത്തതാണ്. അപ്പോൾ ബാക്കി എത്ര ഇനി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, 6 lakh ആണ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ വർഷം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കോൺട്രാക്റ്റ് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്, ഫുൾ സെറ്റിൽമെൻ്റ് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ഒക്കെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ചിന്തിക്കാനില്ല. 9 lakhൽ ബാക്കി എത്ര പോർഷനാണോ ഉള്ളത് അത് തേർഡ് ഇയറിൽ കൊടുത്തിട്ടുണ്ടാവും. അതെന്താണ് ക്യാഷായിട്ട് നമ്മൾ ബാലൻസ് അല്ലേ. അതായത് 15 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഇനി ബാക്കി എത്ര കൊടുക്കാനുള്ളത്, 6 ലക്ഷമാണ് കൊടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എൻട്രി ആദ്യം പോസ്റ്റ് ചെയ്യണം. എന്തായിരിക്കും എൻട്രി വരിക, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് പ്രൈസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റ് പ്രൈസ് വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യാണ്. സോ ബാലൻസ് ഫിഗർ നമ്മൾ എന്തായിട്ട് കൊടുത്തു, ക്യാഷ് ആയിട്ട് കൊടുത്തു. സോ എന്ത് ചെയ്തു, എൻട്രി. ഇനി ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ, കാരണം എന്ത് ചെയ്തിട്ടില്ല, എന്ത് ചെയ്തു, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയി അല്ലേ. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ചെയ്യുന്നു. ഇനി ഇതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതുന്നു. അതിനുശേഷം അതിൽ നിന്ന് റിസർവ് മൈനസ് ചെയ്യുന്നു. കാരണം നമ്മളിവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ റിസർവ് മൈനസ് ചെയ്ത് കാണിക്കണം. അതിനുശേഷം ക്യാഷ് റിസീവ്ഡ് അല്ലേ, 3,75,000ൻ്റെ 80% നമ്മൾ ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്യുന്നു. ബാലൻസ് എവിടെ എഴുതുന്നു, ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. ഇനി രണ്ടാമത്തെ വർഷം അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്, 11,45,000 ആണ്. അതിന്ന് റിസർവ് മൈനസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് എത്രയാണ്, രണ്ടാമത്തെ വർഷം 9 lakh ആണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, അത് മൈനസ് ചെയ്ത് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.